നമസ്കാരം, ഞാൻ രജിൻദാസ് എം.എസ്. എല്ലാവർക്കും ദി ആസ്ട്രോ ജേണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇതെൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും. ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുന്നതിലൂടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഏറ്റവും പുതിയ വീഡിയോകളുടെ വിവരങ്ങൾ നിങ്ങളിലേക്ക് വേഗത്തിൽ എത്തുന്നതായിരിക്കും. ഏതൊരു കാര്യവും ശുഭസമയത്ത് ചെയ്താൽ മാത്രമേ പൂർണ്ണമായ ഫലസിദ്ധി ഉണ്ടാകൂ. അശുഭകരമായ നക്ഷത്രങ്ങളിൽ ശുഭകാര്യങ്ങൾ ചെയ്താൽ വിപരീതമായ ഫലവും കാര്യനാശവുമേ അനുഭവപ്പെടൂ. ഇന്നത്തെ വീഡിയോയിൽ ശുഭകാര്യങ്ങൾക്ക് ശുഭകർമ്മങ്ങൾക്ക് യോജിക്കാത്ത നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കാം. ഭരണി, കാർത്തിക, തിരുവാതിര, ആയില്യം, പൂരം, വിശാഖം, തൃക്കേട്ട, പൂരാടം, പൂരുരുട്ടാതി, മൂലം, മകം ഈ 11 നാളുകൾ അശുഭ നക്ഷത്രങ്ങളാണ്. ഒരുവിധം എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഈ നാളുകൾ ഒഴിവാക്കണം. എന്നാൽ ഗൃഹാരംഭത്തിനും വിവാഹത്തിനും മകവും മൂലവും കച്ചവടം തുടങ്ങുന്നതിന് തിരുവാതിര നക്ഷത്രവും ഉത്തമമായി പറയുന്നുണ്ട്. കുട്ടികളുടെ ചോറൂണ്, നാമകരണം മുതലായ ശുഭകർമ്മങ്ങൾക്കൊക്കെ ഈ 11 നക്ഷത്രങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണം. ഇത് പൊതുവായി ഒരു അറിവിലേക്കാണ് പറയുന്നത്. ശുഭകർമ്മങ്ങൾക്ക് മുഹൂർത്തം കുറിക്കുവാൻ ജ്യോത്സ്യന്റെ തന്നെ സഹായം നേടുക. കാരണം ഉത്തമമായ ഒരു സമയം കണ്ടെത്താൻ വളരെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നാൽ ഈ വിഷയങ്ങൾ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ ഏതൊക്കെ ദിവസത്തേക്ക് മുഹൂർത്തം കിട്ടുവാൻ സാധ്യതയുണ്ട് എന്ന വിഷയത്തിൽ നമുക്കൊരു ധാരണ വരുവാൻ ഗുണകരമാകും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മുഹൂർത്ത വിഷയമാണ് നമ്മൾ ഇവിടെ പഠിച്ചത്. ഈ പറഞ്ഞ 11 നക്ഷത്രങ്ങളിൽ ജനിച്ചവർ മോശക്കാരോ ശുഭകർമ്മങ്ങൾക്ക് പങ്കെടുപ്പിക്കുവാൻ കൊള്ളാത്തവരോ അല്ല. ഇത് പറയുവാൻ കാരണം ഈ വിഷയത്തിൽ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തപ്പോൾ പലരും ഈ വിഷയം തെറ്റിദ്ധരിക്കുകയുണ്ടായി. എല്ലാ നക്ഷത്രത്തിൽ ജനിച്ചവരും ശ്രേഷ്ഠന്മാരും ശ്രേഷ്ഠകളും തന്നെയാണ്. എന്നാൽ ഓരോ നക്ഷത്രങ്ങളുടെ എനർജിക്കും ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. ആ സ്വഭാവം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ശുഭകർമ്മങ്ങൾക്ക് യോജിച്ചതാകുമ്പോഴാണ് ആ സമയത്ത് തുടങ്ങുന്നതായ കാര്യത്തിന് വിജയം ലഭിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.